മാരിയേ മാരിയേ ഇതാരാണ് കോരച്ചേട്ടനാ? എന്താണ് ഈ നേരം കെട്ട നേരത്ത്? ലാസറേട്ടൻ ഇവിടെ ഇല്ലല്ലോ. അതെനിക്കറിയാവല്ല. ലാസറിയേട്ടനെ കള്ള് ഷാപ്പിൽ കിറുക്കി കിടത്തിയിട്ടാണല്ല ഞാൻ ഇങ്ങാട് വന്നത്. കേട്ടാ മേരി, കുറെ നാളായിട്ട് എന്റെ മനസ്സിൽ ഒരാശ പെരുകണ്. അതെന്താണ് കോരച്ചേട്ടാ? മനസ്സിലായിട്ടും മനസ്സിലാവാത്ത ഭാവം നടിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടാ. എല്ലാ പെണ്ണുങ്ങളുടെയും സ്വഭാവം ഇങ്ങനൊക്കെ തന്നെയാണ്. ഇങ്ങാട് വന്നാട്ടെ. കയ്യെന്ന് വിട് കോരച്ചേട്ടാ. നീ എന്നെ കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ഇന്ന് നിന്നെ ഞാൻ വിടൂല. വിടാനാണ് പറഞ്ഞത്. നിനക്കിഷ്ടമില്ലെങ്കിൽ വേണ്ട. നിന്റെ മട്ടും ഭാവവും കണ്ടപ്പം വേണ്ടപ്പെട്ട കൊച്ചാങ്ങളമാരോട് സഹകരിക്കുന്ന കൊച്ചു പെങ്ങളാണെന്ന് തോന്നി. ഞാൻ പോവുകയാണ്. പിന്നൊരു കാര്യം, അടിച്ചതും അടി കൊണ്ടത് നാട്ടുകാരോട് പറയാൻ നിൽക്കണ്ട. അതിന്റെ നാണക്കേട് എനിക്കല്ല, നിനക്കാണ്, പിന്നെ നാട്ടുകാർക്കും. എന്തു പറ്റി? വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ലിഫ്റ്റ് വേണമായിരിക്കും. കയറിക്കോളൂ. ഏത് കോടീശ്വരന്റെ മോളാണെങ്കിലും ഒരു ലിഫ്റ്റ് തന്നിട്ട് താങ്ക്സ് പറയാതിരിക്കുന്ന മര്യാദയല്ല. മുമ്പ് എന്തായിരുന്നു ജോലി? കാർ റാലികളിൽ സ്ഥിരം പങ്കെടുക്കാറുണ്ടോ? അതോ സർക്കസിൽ ജീപ്പ് ജമ്പിംഗ് ആയിരുന്നോ? ഓ, അപ്പൊ അതാണ് കാര്യം. ഞാൻ താമസിക്കുന്ന സ്ഥലം ഇവിടെ അടുത്താണ്. ഒന്ന് കയറിയിട്ട് പോവാലോ അല്ലേ? അല്ല, ഇതാര്? പൗസിമോളാ? മോളെന്താ പതിവില്ലാതെ ഈ വഴിക്ക്? അബൂക്കാനൊക്കെ മറന്നോ കുട്ടിയെ? അതെന്താ അബൂക്ക അങ്ങനെ ചോദിച്ചേ? ഇക്കാക്ക് സുഖാണോ? ഓ, എന്ത് സുഖം മോളെ. പടച്ചോൻ ആയുസ് നീട്ടി തരുന്നോണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. വാ, അകത്തേക്ക് പോ. അബൂക്ക, ഫൗസി കുടിക്കാൻ എന്തെങ്കിലും? മോക്ക് ഇഷ്ടം ഓറഞ്ച് ജ്യൂസാ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. വരൂ. ഈ വീട് പണിയുന്ന സമയത്ത് ബാപ്പയോടൊപ്പം വന്നിട്ടുള്ളതാ. എന്റെ ബാപ്പയെ നേരത്തെ അറിയോ? അറിയാം, വർഷങ്ങൾക്ക് മുമ്പേ അറിയാം. എന്നിട്ട് നമ്മൾ തമ്മിൽ ഇപ്പോഴാണല്ലോ കാണുന്നത്. എല്ലാത്തിനും ഒരു നേരവും കാലവും ഒക്കെ ഉണ്ടല്ലോ. ഫൗസി ഇരിക്ക്. വേണ്ട, പോകാൻ തിടുക്കമുണ്ട്. എന്താ, ഇവിടെ നിൽക്കാൻ പേടിയാണോ? പേടിക്കാതെ എങ്ങനെ? മുമ്പേ ഒരു മുരട്ട് സ്വഭാവക്കാരൻ, ഇപ്പോഴാണെങ്കിൽ ഒന്നാന്തര സ്മഗ്ലർ. ഇത് വളരെ റിസ്കി ജോബല്ലേ? ജീവിക്കാൻ വേണ്ടി ഇത്രയും ബന്ധപ്പെടണോ? ഈ ചോദ്യം താൻ തന്റെ ബാപ്പയോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതും പറഞ്ഞങ്ങ് ചെന്നാ മതി. താൻ പിടിച്ച മുയലിന് 4 ചെവിയെന്ന ബാപ്പയുടെ പക്ഷം. ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നൊക്കെ എനിക്ക് വേണ്ടിട്ടെന്ന ബാപ്പ പറയുന്നത്. പിന്നെന്താ എന്റെ കാര്യത്തിൽ മാത്രം ഒരു പ്രത്യേകത? ഇന്നാ മോളെ ജ്യൂസ്. നിന്റെ മോനെ കൊന്നുകളടാ. ഇനി പറ മോനെ, ഇന്റെ പെട്ടി എവിടെ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല. ഏയ്, അവൻ അങ്ങനെയൊന്നും പറയില്ല ഹാജരെ. പറയിപ്പിക്കാനുള്ള വഴി നമ്മുടെ കയ്യിലുണ്ടല്ല. ഈ നല്ല കുട്ടിയല്ലേ? പറ മോനെ, ഇന്റെ പെട്ടി എവിടെ? എനിക്കറിയില്ല.
അവർ നിന്നെ ക്രൂരമായി തല്ലിച്ചതച്ചിട്ടും നീ എന്താ സത്യം പറയാതിരുന്നത്? സത്യം പറഞ്ഞാലും ഇല്ലെങ്കിലും അവന്മാരെന്നെ കൊല്ലുമായിരുന്നു. ചാകാതെ രക്ഷപ്പെട്ടത് എൻ്റെ അമ്മയുടെയും പെങ്ങന്മാരുടെയും നേരുകൊണ്ടാണ്. കൈ നിറയെ കായുണ്ടാക്കിയിട്ട് ഈ കടാപ്പുറത്തുനിന്ന് ദൂരെ എവിടെയെങ്കിലും പോയി എൻ്റെ കൊച്ചു ത്രേസ്യാനെയും സാറാനെയും നല്ല രീതിയിലൊന്ന് കെട്ടിച്ചയക്കണം. ആ ഒരു മോഹം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. നമ്മൾ മോഹിക്കുന്ന പോലൊന്നും നടക്കാറില്ലല്ലോടോ. നിങ്ങളെന്താണ് അങ്ങനെ പറഞ്ഞത്? കൊച്ചു ത്രേസ്യയുടെ കല്യാണം കഴിഞ്ഞു. ലോറൻസ് അവളെ കെട്ടിയത്. നിന്നെ അനന്തം മുതലാളി തല്ലിക്കൊന്നുന്ന എല്ലാരും വിചാരിച്ചിരിക്കുന്നത്. നീ പോയതിനു ശേഷം നിന്റെ കുടുംബം നോക്കാൻ ലോറൻസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു. എനിക്കിപ്പോഴും പിടികിട്ടാത്തൊരു സംശയമുണ്ട് കേട്ടാ. നിങ്ങൾ എങ്ങനെയാണ് ആജിയുടെ കൂടെ ചെന്നുപെട്ടത്? ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ശത്രുവിനെ തേടിയാണ് ഞാൻ ഈ കടപ്പുറത്ത് വന്നതെന്ന്. പക്ഷെ തേടി പിടിക്കാതെ തന്നെ അവൻ എൻ്റെ മുമ്പിൽ വന്ന് പെട്ടു, ഒരു നിയോഗം പോലെ. അപ്പൊ ആജിയാരാണ് നിങ്ങളുടെ ശത്രു? അതെ. എന്നിട്ടെന്താണ് പിന്നെ കണക്ക് തീർക്കാത്തത്? കൂട്ടത്തിൽ കൂടിയപ്പം ദേഷ്യവും പകയൊക്കെ തീർന്ന? അങ്ങനെ എളുപ്പത്തിൽ അവനെ കൊന്നുകൂടാ. കൊന്നാൽ അതവൻ എന്നോടും എൻ്റെ കുടുംബത്തോടും ചെയ്ത ദ്രോഹത്തിനുള്ള ശിക്ഷയാവില്ല. ഇഞ്ചിഞ്ചായി മരിക്കണം. ആദ്യം അവൻ്റെ സാമ്രാജ്യം തകർക്കണം, പിന്നെ അവൻ്റെ കുടുംബം. എന്റെ പൊന്നു മോനെ, നീ ഇതെവിടെയായിരുന്നു ഇത്രയും കാലം മോനെ? അമ്മച്ചി, വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്. എന്തെങ്കിലും കഴിക്കാനെടുക്കുക, വല്ലാണ്ട് വിശക്കുന്നു. വാ മോനെ.